ഒരു വിനോദസഞ്ചാരി കൃഷി ഭട്ട് എന്ന് പറയുന്ന ഒരു വിനോദസഞ്ചാരി ആ സിപ്പ് ലൈനിൽ കയറാനായി വരുന്നു. അതിനുശേഷം അദ്ദേഹം അതിലേക്ക് കയറുമ്പോൾ അദ്ദേഹം സ്വന്തമായി താൻ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ താൻ ഇങ്ങനെ പോകുന്നത് സെൽഫി എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയാണ്. ആ വീഡിയോയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അതായത് ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ താഴെ ഈ വെടി ഒച്ചകൾ കേൾക്കുമ്പോൾ തക്ബീർ ചൊല്ലുകയാണ്. അതായത് ഈ സിപ്പ് ലൈനിന്റെ താഴെ ഈ ആളുകളൊക്കെ തീവ്രവാദികളുടെ വെടിയിൽ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ, തീവ്രവാദികൾ വെടിവെച്ച് തീർത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ചൊല്ലുന്നത് തക്ബീറാണ്. അതായത് ഈ പ്രദേശവാസികളായ കശ്മീരിലെ പ്രദേശവാസികളായ ചില ജിഹാദികളുടെ അറിവോടെയാണ് കശ്മീരിൽ ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ജിഹാദിയെ ഇപ്പോൾ എൻഐഎ പിടിച്ചിട്ടുണ്ട്, എൻഐയുടെ കസ്റ്റഡിയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഒരു പടക്കം കേട്ടാൽ തന്നെ, ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടാൽ തന്നെ നമ്മളൊന്ന് ഞെട്ടും, എന്താ അവിടെ സംഭവിച്ചതെന്ന് പോയി നോക്കും. പക്ഷേ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പദ്ധതിയാണ്. ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്റർക്ക് ഉൾപ്പെടെ അറിയാമായിരുന്നു എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. എന്നിട്ട് ഈ കൃഷി ഭട്ട് എന്ന് പറയുന്ന വിനോദസഞ്ചാരി ഇയാൾ തള്ളിവിടുകയാണ്. വെടിയുച്ച കേൾക്കുമ്പോഴും ഇയാൾ തള്ളിവിടുകയാണ്, പൊക്കോളൂ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വെടിയുച്ച കേൾക്കുമ്പോൾ ഇയാൾ തക്ബീർ ചൊല്ലുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്ത് മനുഷ്യത്വമില്ലായ്മയാണ് ഈ ജിഹാദികൾ കശ്മീരിൽ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത്. വിനോദസഞ്ചാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവനൊക്കെ അവിടെ കിടന്ന് മനുഷ്യത്വമില്ലായ്മയാണ് കാണിക്കുന്നത്. അതായത് കുറെ ആളുകൾക്കറിയാമായിരുന്നു പഹൽഗ്രാമിൽ ഭീകരർ വന്ന് ഈ മതം ചോദിച്ചുകൊണ്ട് ആളുകളെ വെടിവെച്ച് കൊല്ലുമെന്ന്. ആ വെടിയുച്ച കേട്ടപ്പോൾ തക്ബീർ ചൊല്ലുകയാണ്. എന്ത് മനുഷ്യത്വരഹിതമായ കാര്യം, എന്ത് മനുഷ്യത്വമില്ലായ്മയാണ് ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ്.